നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ. എല്ലാവർക്കും ഷാ വിഷനിലേക്ക് സ്വാഗതം. ബഹുമാന്യരെ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം 5 മിനിറ്റ് കേട്ട് പറയാം. അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം പറയട്ടെ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ 9 കോടി രൂപ മുടക്കി പഞ്ചാബിലൊരു മുസ്ലിം പള്ളിയും ഡൽഹിയിൽ ദേശീയ ആസ്ഥാനവും ഉദ്ഘാടനം ചെയ്തു. നല്ലത് തന്നെ. പക്ഷെ ഒന്ന് ചോദിക്കട്ടെ, എന്നെപ്പോലെ മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്ന, ഞാൻ മുസ്ലിം ലീഗാരനല്ല, പക്ഷെ സ്നേഹിക്കുന്ന 10,000-കണക്കിന് വോട്ടർമാരുണ്ട് കേരളത്തിൽ. അവരോടാണ് എനിക്ക് പറയാനുള്ളത്, ലീഗ് നേതാക്കളോടല്ല. എൻ്റെയും ലീഗിൻ്റെയും പ്രായം ഒന്നാണ്, 77. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 48 മാർച്ച് 10 തുടങ്ങി 77 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഭാഗ്യമായിട്ടുള്ള പേരെങ്കിലും ഒരു ആസ്ഥാന മന്ദിരം ഡൽഹിയിൽ തുടങ്ങുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, RSS തുടങ്ങിയത് 25, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തുടങ്ങിയത് 48, BJP തുടങ്ങിയത് 1980. 1980 തുടങ്ങിയ ഭാരതീയ ജനതാ പാർട്ടി 25 വർഷത്തുള്ളിൽ വാജ്പേയി പ്രധാനമന്ത്രിയാക്കി. അത്രയാണ് വളർന്നു, അല്ലെങ്കിൽ വളർത്തി. അത് പിന്നിലുള്ള 2% താഴെയുള്ള ബ്രാഹ്മിൻസാണ്. ബാക്കിയുള്ള പിന്നോക്ക വിഭാഗങ്ങളെ അവർ വിലക്കെടുക്കുകയോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി ചേർക്കുകയോ ചെയ്യുന്നതാണ്. ചേരല്ല, ചേരുന്നവർ 2% താഴെയുള്ള ബ്രാഹ്മിൻസാണ്. എന്നാൽ 33 ജനസംഖ്യ ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിൽ, 20% വരുന്ന മുസ്ലിങ്ങൾ, 88% വരുന്ന പിന്നോക്ക ദളിത് ന്യൂനപക്ഷങ്ങൾ. ഈ 3 വിഭാഗത്തിൽ പെട്ടവരാണ് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ആൾക്കാർ. എന്നിട്ട് എന്ത് 77 വർഷം കഴിഞ്ഞിട്ടും 77 വർഷം വരെ ഒരു ആസ്ഥാന മന്ദിരം ഡൽഹിയിൽ തുടങ്ങാൻ പറ്റിയില്ല. അത് ചില രാഷ്ട്രീയ സാമുദായിക പശ്ചാത്തലമുണ്ട്. ഒരു കാര്യം കേൾക്കൂ. ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം രാജീവ് ഗാന്ധി ഓട്ടോമാറ്റിക്കായിട്ട് പ്രധാനമന്ത്രി പദം ഏറ്റപ്പോൾ 1985-86 കാലഘട്ടത്തിൽ ഇബ്രാഹിം സുലൈമാൻ സേട്ടു ആണ് ദേശീയ പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗിൻ്റെ യോഗം ഡൽഹിയിൽ കൂടാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഒരു സമ്മേളനം. അവിടെ രാജീവ് ഗാന്ധി സേഠ്ജിയെ വിളിച്ച് പറഞ്ഞു, സേഠ്ജി ചതിക്കല്ലേ, ഇപ്പം നിങ്ങൾ ഈ പച്ചക്കൊടിയും മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം തുടങ്ങിയാൽ വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന്. തുടങ്ങിയില്ല, സത്യം നിങ്ങൾ അന്വേഷിച്ചറിയാം. പിന്നെ എന്നാ തുടങ്ങിയത്? ഈ പച്ചക്കൊടി ഡൽഹിയിൽ കാണിച്ചു തന്ന 89 നമ്മുടെ VP സിംഗ് ജനതാദൾ പാർട്ടി ഉണ്ടാക്കുകയും അതിൻ്റെ കൊടി പച്ചക്കൊടിയാകുകയും ചെയ്തതിന് ശേഷമാണ് ഒരു പച്ചക്കൊടി ഡൽഹിയിൽ കയറ്റിയത്. വളരെ കുറച്ച് സമയത്ത്, എന്തോ ഒരു സമയം മാത്രമേ ഉള്ളൂ ഈ ഇത്രയും വർഷത്തിലെടുക്കും. ഇതെല്ലാം അറിയാതെയോ അറിഞ്ഞോ, ബുദ്ധിയില്ലായോ ബണ്ടത്തിലോ കാണിച്ച് ഇന്ത്യയിലെ പ്രത്യേക സാഹചര്യവും സാമുദായിക ചുറ്റുപാടുകളും സാമൂഹിക ചുറ്റുപാടും മനസ്സിലാക്കാതെ മുസ്ലിം ലീഗ് എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? നീണ്ട 77 വർഷം നിങ്ങൾക്ക് കിട്ടിയില്ലേ? നീണ്ട 77 വർഷം, ഏതൊരു യുഗമാണ്. പ്രവാചകൻ ആകെ ഈ ലോകത്ത് ജീവിച്ചത് 50-55 വളരെ കുറച്ച് സമയമാണ്. 1/2 നൂറ്റാണ്ടും ഇല്ലെന്നറിയും. നിങ്ങൾക്ക് 1 നൂറ്റാണ്ട് കിട്ടി. എന്തേ ഇന്ന് ഇന്ത്യൻ യൂണിയൻ മലപ്പൻ ലീഗായി അധംപതിച്ചത്? അപ്പം അതുകൊണ്ട് മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്ന എന്നെ പോലെ 10,000-കണക്കിന്, ഞാൻ എന്താണ് മുസ്ലിം സ്നേഹിക്കുന്നത്? ഒരു ന്യൂനപക്ഷ പാർട്ടിയാണ്, അവർക്ക് അവരുടെ പോരായി ഉണ്ടെങ്കിലും നമ്മളത് സപ്പോർട്ട് ചെയ്യും, ബിക്കോസ് ഐ ആം എ മൈനോറിറ്റി. അപ്പോൾ നിങ്ങൾ അവിടെ പറയണം, ആ മുസ്ലിം എന്ന പേര് മാറ്റി ഒരു ദേശീയതായി നിൽക്കുകയും 3-1 വരുന്ന ന്യൂനപക്ഷങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗ് എന്നോ 88% വരുന്ന പിന്നോക്ക ദളിത് ന്യൂനപക്ഷങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ യൂണിയൻ ബാക്ക്വേർഡ് ലീഗ് എന്നോ
ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ലീഗിനെ ഒരു വാക്ക് കൂടാണ്. അങ്ങനെ എന്തെങ്കിലും ദേശീയ പേരിട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല? വാസു ലോകത്തിൽ ഏറ്റവും തീവ്ര വർഗീയ പാർട്ടിയാണ് RSS. പക്ഷെ അവർ രാഷ്ട്രീയ സ്വയം സേവക് എന്ന പേര് ഉപയോഗിക്കുന്ന പേരിൽ അവരാരും പരസ്യമായിട്ട് അല്ലെങ്കിൽ പദവ് ദൃഷ്ടിയ വർഗീയവാദികളെന്നോ അല്ലെങ്കിൽ തീവ്രവാദികളെന്നോ പറയുന്നില്ല. ഇത് മുസ്ലിം എന്തുപേര് ആ ജാതി പേര് സമുദായ പേര് കൊടുത്തതിൻ്റെ പേരിലാണ് പ്രഥമ ദൃഷ്ടി തന്നെ നിങ്ങളത് രണ്ടാം പൗരനാക്കാണ്. എന്താണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചെയ്തത്? ഇന്നിപ്പോൾ ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗ് കുഞ്ഞാലിക്കുട്ടി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നല്ലേ അദ്ദേഹം നിശ്ചയിക്കുന്ന ആള്, അദ്ദേഹം നീക്കിയ പോലെ ഒഴുകും. ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ വളരണന്നേ. വളരാണ് ഇതൊന്നും കുഴപ്പമില്ല. പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നല്ല മാർക്ക് കിട്ടും കുട്ടി അല്പം ഒഴിപ്പി അല്പം സാറൊന്നും പറയില്ല, സാറന്മാർ പറയില്ല. പക്ഷെ ഒഴിപ്പാതിരുന്നിട്ട് മാർക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ പ്രൈവറ്റ് ലിമിറ്റഡ് ആയിക്കോ, നിങ്ങൾ കുഴപ്പമില്ല. പക്ഷെ വളരണ്ടേ സാധനം. നിങ്ങൾക്ക് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആയിക്കൂടാ? മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിച്ചുകൂടാ? ഇന്ന് നമ്മുടെ കെ മുരളീധരൻ പറഞ്ഞു, ലീഗിൻ്റെ 5ാം മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടതിന് പേരിലാണ് സംഘപരിവാറും BJP കേരളം ഇത്രയും വളർന്നതും എന്ന് പറഞ്ഞു. ഒരു പരിധിവരെ ശരിയായ ന്യായമുണ്ട്. എൻ്റെ കുഞ്ഞാക്ക, അത് ഞാൻ പറഞ്ഞു, കുഞ്ഞാക്ക നിങ്ങൾ കാണിക്കുന്ന മണ്ടത്തരം അള്ളാഹുവിനോത്ത് പറയാം. നിങ്ങൾ കാണിക്കുന്ന മണ്ടത്തെ നിങ്ങൾ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ, വ്യക്തി താല്പര്യങ്ങൾ, കുടുംബ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ പ്രസ്ഥാനത്തെ ഈ സമുദായത്തിൽ നിങ്ങൾ വിലക്കെടുക്കല്ലേ, വഞ്ചിക്കല്ലേ, പറ്റിക്കില്ലേ? നിങ്ങൾക്ക് അർഹതപ്പെട്ടാണ് 8 മന്ത്രിസ്ഥാനം വരെ കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് അർഹതപ്പെട്ടാണ്. 40% ഉണ്ടെങ്കിൽ 20 ആണെങ്കിൽ 8 വരെയും കിട്ടും. ആ നിലക്ക് നിങ്ങൾ 4 മന്ത്രിസ്ഥാനം ചോദിച്ചപ്പോൾ അന്ന് തന്നെ നിങ്ങൾക്ക് 5 മന്ത്രിസ്ഥാനം ചോദിക്കാൻ പാടില്ലായിരുന്നോ? 5 മന്ത്രിസ്ഥാനം ചോദിച്ച് കിട്ടൂലേ? ഉമ്മൻചാണ്ടി തരൂല്ലേ? അത് നിങ്ങൾക്ക് അന്ന് ആ സമയത്ത് അർഹത ഉണ്ടായില്ലേ? അത് നിങ്ങൾ ചോദിച്ചില്ല. അപ്പം നിങ്ങളുടെ ദുഷ്ടലാക്കല്ലത്. മുനീർ മന്ത്രിസ്ഥാനം കൊടുക്കാൻ നിങ്ങൾക്ക് പരിപാടി ഉണ്ടായില്ല. അപ്പോൾ ആ മഞ്ചളാങ്കൂലി അലിയെ വിളിച്ചുകൊണ്ട് മന്ത്രിസ്ഥാനം കൊടുക്കാതിരിക്കാൻ പറ്റില്ല. മുനീർ കൊടുത്തില്ലെങ്കിൽ കോഴിക്കോട് 1ാം സ്ഥാനമുള്ള കോഴിക്കോടിന് ലീഗിന് മന്ത്രി ഇല്ലാതെ വരും, അവർ സമ്മതിക്കില്ല. അങ്ങനെയൊക്കെ അല്ലേ കുഞ്ഞാക്ക? എന്താ നിങ്ങൾ മറച്ചു വെച്ച് ഇത്ര ബുദ്ധിമോശം കാണിച്ച് പടച്ചവനെ പറ്റിക്കുന്നത്? നിങ്ങൾ ആരാണ് പറ്റിക്കുന്നത്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ദേശീയ പ്രസിഡന്റ് തമിഴ്നാട്ടിൽ കാക്കാണ്ട്, ആ കാക്കാനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്ത് നിങ്ങൾ തങ്ങളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചു. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ തങ്ങൾ ദേശീയ പ്രസിഡന്റ് ആക്കണം. അതൊക്കെയല്ലേ സാമാന്യ ബുദ്ധി. ഇത് നിങ്ങളുടെ ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി കാരണമുണ്ടല്ലോ കേരളത്തിൽ കിട്ടേണ്ട ന്യായമായ അവകാശങ്ങൾ മുസ്ലിം സമുദായം കിട്ടുന്നില്ല. ഇനി ഞങ്ങൾക്ക് കാത്തിരിക്കാൻ പറ്റില്ല. ഈ ഞങ്ങൾ എന്ന് പറയുന്ന ഒരു മൊയ്തീൻ ഷാ ഇല്ല, 1 കോടിയോളം മുസ്ലിങ്ങൾ പുറത്തുണ്ട് ലീഗിലില്ലാത്ത. അവർ ശക്തരാണ്, സംഘടിതരാണ്. അവർക്ക് പ്രത്യേക താല്പര്യം, പ്രത്യേക പാർട്ടിയില്ല. മറ്റ് സമുദായങ്ങൾക്ക് കിട്ടും പോലെ മുസ്ലിം സമുദായത്തിനും ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ആനുകൂല്യം വേണം, അതവർ പറയുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ മുസ്ലിങ്ങൾക്ക് 40% മുസ്ലിങ്ങൾ കേരളത്തിൽ മുസ്ലിം സമുദായത്തിന് മുഖ്യമന്ത്രി സ്ഥാനം പ്രതീക്ഷിക്കാം. പക്ഷെ നിങ്ങൾ ഈ വട്ടം, ഞാൻ പറയാം, TH മുസ്തഫ സാഹിബ് എൻ്റെ നേതാവ് കൂടിയാണ്. അദ്ദേഹം താടിയും വെച്ച് ആ വട്ടം കരുതുന്നതിൻ്റെ പേരിലോ സമുദായത്തിൽ വേറെ ആളിട്ട് പുള്ളി വളർത്തിയില്ല, കൊണ്ടൊന്നുമില്ല, വേറെ കിട്ടിയില്ല, സ്വന്തം മക്കളെ പോലും വളർത്തിയില്ല, പുള്ളി മാത്രം കഴിയും. ഇപ്പോൾ ആൾ മണ്ണോട് പണ്ട് ചേർന്നല്ലേ. ഇത് കുഞ്ഞാക്ക് അതുപോലെ നിങ്ങൾ നാളെ നിങ്ങൾ പോകും, മണ്ണോട് മണ്ണാവും. ഞാനാണോ നിങ്ങൾ ആദ്യം പോകുന്ന അറിയില്ല എന്നോട് നമ്മൾ രണ്ടുപേരും പോകും. ഈ സമുദായം, പാവപ്പെട്ട സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യേ. നിങ്ങൾക്ക് ഇനി എന്താ പേരും പേരും പണം ആവശ്യമുണ്ടോ? നിങ്ങളുടെ ഉള്ള പണത്തിന് വല്ല കണക്കുണ്ടോ? എങ്ങനെയാണ് പണത്തിൻ്റെ ദോഷമൊക്കെ എന്നോട് പറയിപ്പിക്കരുത്. കാരണം എനിക്കറിയാം എങ്ങനെയാണ് പണമുണ്ട്. അതൊന്നും കുഴപ്പം ഞങ്ങൾ പറഞ്ഞില്ല. നിങ്ങൾ വളരണം. ഇപ്പം നമ്മൾ എത്രയോ 40% വരുന്ന ഒരു സമുദായമാണ് കേരളത്തിൽ. അതിൽ 95% സപ്പോർട്ട് ചെയ്ത് കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയാണ്. എന്നിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ അദ്ദേഹത്തിന് മാറ്റിയപ്പോൾ അബിൻ വർക്കിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ വാദിക്കുന്നത്. എന്തിടോ ഈ സമുദായത്തിൽ ഒരാൾക്ക് കൊടുക്കണമെന്ന് വായി തുറയാത്തത്? വായി തുറക്കാൻ നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്? നിങ്ങൾ അന്ധമായിട്ട് ഭയപ്പെട്ടിരുന്നല്ല, നിങ്ങളെ ഓർത്ത് വെച്ച് അടിക്കും, പുറത്തിനടിക്കും. എങ്ങനെ ഇലക്ഷൻ തോൽപ്പിക്കും? സമുദായത്തിൽ വാദിച്ചില്ലെങ്കിൽ. സമുദായത്തിൽ വാദിക്കുക എന്നൊരു വർഗീയതല്ല ഞാൻ പറഞ്ഞില്ലേ. ആദ്യം നമ്മൾ വ്യക്തിയാണ്, അതിൻ്റെ കുടുംബമാണ്, അത് കഴിഞ്ഞാൽ സമുദായമാണ്, 4ാമത്താണ് സമൂഹം. സമൂഹം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ എല്ലാവരും പെടുന്നതാണ്. ഇത് 4 ഒന്നിനത് പൂരിതമായിട്ട് ഒരുപോലെ കണക്കാക്കണം. അല്ല സമുദായത്തെ മാത്രം കണക്കാക്കുക പോലെ. ഇത് സമുദായത്തെ കണക്കാക്കുക. നിങ്ങൾ വ്യക്തിയുടെ കാര്യം പറയും, സമൂഹത്തിൻ്റെ കാര്യം പറയും, സമുദായത്തിൻ്റെ കാര്യം പറയില്ല. അതല്ലേ നിങ്ങൾ ചാട്ടക്കറിക്കിട്ട് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം നേതാക്കളെയും ഈ ലീഗൽ നേതാക്കളെയും ചാട്ടക്കറിക്കിടുകയാണ്. നിങ്ങൾ സമുദായത്തിൽ പറയില്ല.
മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച് ന്യൂനപക്ഷ പാർട്ടി മുസ്ലിം വേണ്ടിയുള്ള പാർട്ടിയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ജനസംഖ്യ വെച്ച് ഇത്ര അത് കിട്ടണം? അത് നിങ്ങൾ ചോദിക്കാണ്ടോ? നിങ്ങൾക്ക് 4 മന്ത്രി വേണം, 5 മന്ത്രി വേണം, 20 സീറ്റ് വേണം, 25 സീറ്റ് വേണം. അതല്ല നിങ്ങൾ എന്തെങ്കിലും സമുദായത്തിന് വേണമെന്ന് പറഞ്ഞോടോ കുഞ്ഞാക്ക ബഷീറെ. നിങ്ങൾ ഈ മുസ്ലിം സമുദായത്തെ ജാമ്യപ്പെടുത്തി പണയപ്പെടുത്തി അല്ലെങ്കിൽ വിറ്റ് നിങ്ങൾ ആസ്വദിക്കുക സുഖിക്കല്ലേ? നിങ്ങൾ സമുദായത്തിന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ ആ പേര് ഉപയോഗിക്കരുത്. എന്നിട്ട് പോലും പറഞ്ഞാൽ നിങ്ങൾ ആ പേര് ഉപേക്ഷിക്കുക. നിങ്ങൾ എന്നിട്ട് ഈ പറഞ്ഞ ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗ്, ഓക്കെ, IUML മാറണ്ട, കൂടിയൊന്നും മാറണ്ട. അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ലീഗ്, പിന്നോക്ക സമുദായം. അപ്പോൾ ഇന്നാൾ ഒരു ലീഗുകാരും ചോദിക്കുകയാണ് PDPയുടെ പേര് ജാതിയിൽ ഇരുന്നിട്ട് അവർ വളരാതെ. എടോ, അതിനുള്ള അവർക്കുള്ള കപ്പാസിറ്റി, നിങ്ങൾക്ക് കപ്പാസിറ്റി ഇട്ട് നിങ്ങൾക്ക് കുറേ ശക്തിയുണ്ട്, കഴിവുണ്ട്. ആ കഴിവുള്ളൂടെ പറഞ്ഞത് അല്ല. PDP എന്തൊക്കെ പേരിട്ടും കാര്യമില്ല. അത് തുടങ്ങുമ്പോൾ തോട്ട് തെറ്റുപോയി. പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ജനാധിപത്യ പാർട്ടിയാണ്. അത് തെറ്റില്ലേ? ജനാധിപത്യം ജനങ്ങൾക്കെല്ലാം മൃഗങ്ങൾക്കുണ്ടോ? അപ്പോൾ അതുപോലും ചിന്തിക്കാൻ കഴിവില്ലാത്ത പ്രസ്ഥാനക്കാർക്കൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ നിങ്ങളങ്ങനെയല്ല. നിങ്ങൾക്ക് തങ്ങമ്മ നയിക്കോ, കുഞ്ഞാക്ക നയിക്കോ, നിങ്ങൾക്ക് കുറച്ചുകൂടെയൊക്കെ കഴിവും തൻ്റെയുള്ളതാണ്. അതാണ് നിങ്ങളോട് പറയുന്നത്. തൻ്റെ ഇല്ലാത്ത പഠിക്കാതെ കുട്ടിയെടുത്ത് പഠിക്കാൻ പറഞ്ഞ വല്ല കാര്യമുണ്ടോ? കുറച്ച് പഠിക്കുന്ന കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. അത് നിങ്ങൾ ചെയ്യണം മസ്റ്റാണത്. അപകടത്തിലേക്ക് പോവാണ്. എന്താണ് ഇന്നത്തെ അവസ്ഥ ഇന്ത്യയിൽ? മനസ്സിലാക്കണം. ഇന്ന് ഒരുത്തൻ പറയണേ, ഞങ്ങൾ മദ്രസയിലേക്ക് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒരുമിച്ച് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? മദ്രസയിൽ 2 കുട്ടികൾ വെച്ച് ദിവസം പീഡനം നടക്കുന്നുണ്ട്. മറ്റൊന്ന്, എടോ, പീഡനം നടക്കുന്ന കൊലപാതകമല്ലോ ഇത്. ബലാത്സംഗം ചെയ്ത് കൊന്ന് കുഴിച്ചു മൂടിയതാണ് കർണാടകയിലെ. അതിനുവേണ്ടി ഒരു കാക്ക ഒരു ആവശ്യം ഉണ്ടായില്ല. കാക്കാന് വേണ്ടി ചിലപ്പോൾ അയാൾ പറഞ്ഞു മുസ്ലിങ്ങൾക്ക് എന്തുവിടെ കാര്യം, ജിഹാദികൾക്ക് എന്ത് കാര്യം, സുഡാപ്പികൾക്ക് എന്ത് കാര്യം? അവർ കഴിവേറുമ്പോൾ ചോദിക്കണം. അവർക്ക് എന്താ ചെയ്യേണ്ടത്? റോഡിലിട്ട് തല്ലണ്ടേ? അവിടെ ബലാത്സംഗം ചെയ്ത് 1000കണക്കിന് പെൺകുട്ടികളെയും സ്ത്രീകളെയും കൊന്ന് കുഴിച്ച് കത്തിച്ചിട്ടാണ്. അതിനെതിരെയാണ് ജനങ്ങൾ ഇറങ്ങിയേക്കുന്നത്. അതിപ്പോൾ അത് സുഡാപ്പികളാണ്. അവൻ വേറൊരു കാര്യവും പറഞ്ഞു. കെമാൽ ഭാഷയെ പോലും കുറ്റപ്പെടുത്തി. എന്നറിയോ? ഫാദർ റോബിൻ അച്ഛൻ്റെ കാര്യത്തിൽ കന്യാസ്ത്രീകൾ ചെയ്ത സമരത്തിൽ എവരാണ് പിന്തുണ കൊടുത്തത്, അവരാണ് പുറകിൽ നിന്നതെന്ന്. അപ്പോൾ അവൻ്റെ ഉദ്ദേശം മനസ്സിലായില്ലേ? ഒന്നുമില്ലാതെ പറയും. അങ്ങനെ ഉദ്ദേശത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു ഇന്ത്യൻ സംസ്കാരത്തിനിടയിൽ നിങ്ങളിങ്ങനെ ഉറക്കം നോക്കി മണ്ടനായിരുന്നാൽ എന്താ അവസ്ഥ? ഇനി ഒരു ചാൻസ് ഉണ്ടോ ഈ കേരളത്തിൽ? ഒരു പരീക്ഷ സമയമുണ്ടോ? അത് നിങ്ങൾ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഉടനെ എത്രയും പെട്ടെന്ന് നിങ്ങൾ പേര് മാറ്റണം. ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗെന്നോ അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ലീഗെന്നോ എന്തെങ്കിലും ഒരു പേരിൽ മുസ്ലിം എന്ന വാക്ക് വെച്ച്, ഞാൻ വീണ്ടും പറയുന്നു, മുസ്ലിം എന്ന വാക്കിന് യാതൊരു കുഴപ്പമില്ല. അത് മതപരമായിട്ട് യാതൊരു കുഴപ്പമില്ല. മാത്രമല്ല, ലോകത്ത് മറ്റേതൊരു മതത്തോട് ഒപ്പമോ ഒരു പിടി മുന്നിലോ നിൽക്കുന്ന മതമാണ് മുസ്ലിം. ഒരു സംശയക്കാത്തില്ല. പക്ഷെ നിങ്ങൾ ഈ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ, ഭൗതികമായിട്ട് വരുമ്പോൾ അത് ഉപയോഗിച്ചാൽ നിങ്ങളുടെ വളർച്ചക്ക് തടയും. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞ് അത് നിർത്താം. ഇപ്പം മലവെള്ളം ഒഴുകി വരാണ്ട് കാക്ക മലവെള്ളം ഒഴുകി വരാണ്. നിങ്ങളുടെ കയ്യിൽ 15 ലിറ്റർ ഒരു പാട്ടുണ്ട്. ആ എത്ര ഒഴുകി വന്നാൽ ആ 15 ലിറ്ററിൽ കൊള്ളുള്ളൂ, 14 ലിറ്റർ ഉള്ളൂ, ബാക്കിയെല്ലാം പുറത്തു പോകില്ലേ? അപ്പോൾ നിങ്ങൾ ഈ 10-12% അല്ലെങ്കിൽ ഇപ്പം കേരളത്തിൻ്റെ 10-40%, അതുകൊണ്ട് നിങ്ങൾ ആ പേര് വെച്ച് ഇന്ത്യയിൽ നടി 70 വർഷം ഉപയോഗിച്ചിട്ട് 77 വർഷം ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്ത്? അന്ന് തുടങ്ങിയെടുത്ത് തന്നെ ബുദ്ധിജീവികൾ പറഞ്ഞു, ഈ ഇസ്മായിൽ സാഹിബിനെ കുറ്റപ്പെടുത്തല്ല, ബുദ്ധിജീവികൾ പറഞ്ഞു നമുക്ക് ഇനി ആ പേര് ഉപയോഗിക്കണം, അത് ഉണ്ടാക്കി പിന്നിച്ച് പോയതാണ്, വേറെ പേര് ഉപയോഗിക്കാന്ന് ബുദ്ധിയുള്ളവരെന്ന് പറഞ്ഞ ഈ മണ്ട ശിരോമണികൾ വലിയ ഔലിയാക്കന്മാരാണ്. ഹൈദമില്ലത്ത് ഇസ്മായിൽ നമുക്ക് നിസ്സാർക്കാനല്ല, വലിയ ഔലിയാണ്, അല്ലെങ്കിൽ സൂഫിയാണ്, അതിൽ സംശയമില്ല. പക്ഷെ എന്നിട്ട് ആ പേര് ഉപയോഗിച്ച് 77 വർഷം കഴിഞ്ഞില്ലടോ നിങ്ങൾ ഇന്ത്യയിൽ. നിങ്ങൾ എന്ത് നേടി? ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി മലപ്പുറം ലീഗ് അതംബസില്ലേ? നിങ്ങൾക്ക് കാര്യം സാധിക്കുക എന്തോ ഒരു പാടുപെടണം. ഒന്നുമില്ലാതെ നിങ്ങൾക്ക് 10-11 ശക്തിയില്ലാത്ത പാർട്ടികൾ ഇവിടെ കണ്ട് 12 മന്ത്രിമാരായിട്ട് അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നായർ വിഭാഗത്തിൽ വലിയ പ്രശ്നമുണ്ടോ? നിങ്ങൾ 4-5 ഇവിടെ എന്തെല്ലാം പ്രശ്നമുണ്ടായി? അത് നിങ്ങൾ തന്നെ വഴി വെച്ചിട്ടാ. ഇരുമ്പിനെ സൃഷ്ടിച്ചപ്പോഴും മരം പരാതി പറഞ്ഞു. അപ്പോൾ ദൈവം എന്താ പറഞ്ഞാൽ, നിങ്ങളെ നശിപ്പിക്കാൻ നിങ്ങൾ തന്നെ കാരണക്കാർ. ഏത് ഇരുമ്പിൻ്റെ ആയുധത്തിനും പീടിയുടെ മരമല്ലേ? അതുപോലെ മുസ്ലിം ലീഗ് നിങ്ങൾ ഒന്നുകൂടി ചിന്തിച്ചില്ലെങ്കിൽ ഇത് അപകടമാണ്, സമുദായത്തിൽ മോശമാണ്, നാണക്കേടാണ്, തലയുയർത്തി വെക്കാനും പറ്റില്ല. അതോ ഞാൻ പറഞ്ഞ ലീഗ് നേതാക്കൾ ഞാൻ പറഞ്ഞു നിർത്തി. ഈ മുസ്ലിം ലീഗിനെ ഇഷ്ടപ്പെടുന്ന 10,000-കണക്കിന് വോട്ടർമാർ അല്ലെങ്കിൽ ജനങ്ങൾ കേരളത്തിൽ, അവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഈ അടുത്ത കാര്യം നിർത്താൻ അടുത്തത് മാങ്കൂട്ടത്ത് സെക്സൊക്കെയുള്ള ആളുകൾ.
ഈ അമേരിക്കയിൽ അടുത്ത കാലത്ത് ഒരു പരീക്ഷ നടത്തി. ഒരു 10-50 പുരുഷന്മാരെ ഭക്ഷണം കൊടുക്കാതെ കൂട്ടിയിട്ട് ഒരാഴ്ച തുറന്നു വിട്ടപ്പോൾ ഒരു സൈഡിൽ ഭക്ഷണവും രുചികരമായ ഭക്ഷണവും മറു സൈഡിൽ സ്ത്രീകളെയും വെച്ച് അതിൽ നല്ല ശതമാനം ആണുങ്ങൾ പോയി സ്ത്രീകൾ എടുത്തതാണ്. ഭക്ഷണത്തെക്കാൾ ഉപരി അതാണ് സെക്സിന് പ്രാധാന്യം. എന്തുകൊണ്ടാണ് പ്രാധാന്യം കൊടുത്തത്? അത് ദൈവ സൃഷ്ടിയാണ്. സെക്സിന് പ്രാധാന്യം ഇല്ലെങ്കിൽ നമ്മുടെ വംശം നിലനിൽക്കില്ല. അതുകൊണ്ട് ദൈവം അത് പ്രത്യേകം കൊടുത്താണ്. അത് തന്നെയല്ല, മർത്തോമ കോളേജിൽ മരത്തിൻ്റെ വലിയ സ്റ്റെയർ കേസുകളാണ്. അതിൽ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഈ ബെൽബോട്ടം പാനിട്ടാണ് പിള്ളേരെ കാണുന്നത്. ജയരകിട് പോലെ വലിയ ബെൽബോട്ടം പാവടയാണെങ്കിൽ അമ്പർല കട്ടി പാവട ഇങ്ങനെ ആന പോലെ ഇതിട്ട് കുറേ ആൾക്കാർ അങ്ങോട്ട് കയറുമ്പോൾ കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരും. അപ്പോൾ പെൺകുട്ടികൾ കയറുമ്പോൾ ആൺകുട്ടികൾ കയറാൻ പാടില്ല. അങ്ങനെ കയറി ഇപ്പോൾ പരാതി വന്ന് പിടിച്ചപ്പോൾ അതിൽ 1-2 പേര് പറഞ്ഞല്ലോ, സാറേ ഒന്നുമില്ല, ഞങ്ങളുടെ ഈ വെൽബോട്ടം പാൻറ് അവരുടെ അമ്പർല കട്ടിങ്ങളെ വളരെ വിശാലമായ പാവാട തുണി ഞങ്ങളുടെ മുട്ടും, അതൊരു സുഖമാണെന്ന് പറഞ്ഞു. ഏത് ശരീരം തൊടുന്നില്ല, ആ തുണികൾ തമ്മിൽ മുട്ടും. ഇന്നിപ്പോൾ ആ സാറിന് വല്ലതും പറയാൻ പറ്റുമോ? അത്ര പ്രാധാന്യമുണ്ട് സെക്സിന്. അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് പ്രായപൂർത്തി വന്നു കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ ഏറ്റവും അകൽച്ച ഉണ്ടെന്ന് പറയുന്നത് അമ്മയും കുഞ്ഞും തമ്മിലാണ്, അല്ലെങ്കിൽ അമ്മയും മോനും തമ്മിലാണ്. നിങ്ങൾ ഒരുമിച്ച് കിടക്കരുത്, ഒരു മുറിയിൽ കിടക്കരുതാണ്. പ്രായപൂർത്തി വന്നു കഴിഞ്ഞാൽ അമ്മയും മകൻ പോലാണെങ്കിൽ പോലും ഒരു മുറിയിൽ തനിച്ച് കിടക്കരുത്. അത്ര കണ്ട് ശക്തവലികൾ ഉള്ള പവറുള്ളതാണ് ഈ സെക്സിനുണ്ട്. അതിൻ്റെ കാർഡ് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിരിച്ചു വിട്ടാലും രാജിവെച്ചാലും ഇതുപോലെ ഇരിക്കും. അല്പം അശ്ലീലം വരും, ക്ഷമിക്കണം. നമ്മൾ നടന്നു പോകുമ്പോൾ അമ്മയമ്മയുടെ മുന്നിലെ തുണി മാറിക്കിടക്കണം. നമുക്കത് എടുത്തിടാൻ പറ്റുമോ, കണ്ടുകൊണ്ട് പോകാൻ പറ്റുമോ? രണ്ടും മോശമല്ലേ? അതുപോലെയാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം. ഇനി രാജിവെച്ചാലും രാജിവച്ചില്ലെങ്കിലും രണ്ടും അപകടമാണ്. UDFന് പ്രശ്നമാവും. അതിനകത്ത് 2 മുഖ്യമന്ത്രിയായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. രമേശ് ചെന്നിത്തല, ഈ കള്ളന്മാർ 2 പേര്, ഒന്ന് പിന്നെ സതീശനും. നിങ്ങൾക്ക് വേറൊരു ആഗ്രഹമില്ല, മുഖ്യമന്ത്രി സ്ഥാനം മാത്രമേ ആഗ്രഹമുള്ളൂ. അപ്പോൾ കോടതിയിൽ പോയപ്പോൾ ഒരു പ്രതി ചോദിച്ചു, നിങ്ങൾ എന്താ തല്ലിയെന്ന് ചോദിച്ചു. അപ്പോൾ ജഡ്ജിയുടെ മുമ്പിൽ പ്രതി പറയാണ്, അപ്പോൾ ഞാൻ അവനെ തല്ലിയില്ലെങ്കിൽ അവൻ എന്നെ തല്ലുമായിരുന്നു. അപ്പോൾ ഞാൻ അവരെ തല്ലിയില്ലെങ്കിൽ അവൻ എന്നെ തല്ലുമായിരുന്നു. അവിടെ ഞാൻ മുൻകൂർ തല്ലിയത്. അപ്പൊ ഇതിന്റെ ക്രെഡിറ്റ് രമേശ് കൊടുക്കാൻ പാടില്ല. അതാണ് വേഗം കയറി സതീശൻ പറഞ്ഞത്. സതീഷ് കൊടുക്കാൻ പാടുള്ളത് രമേശ്. ഈ 2 കള്ളന്മാർക്കും മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹം. വേറെ ഒന്നുമല്ല, രാജ്യത്തിന്റെ നിലനിൽപ്പ് കേരളത്തിലെ അവസ്ഥ ഇന്ന് ലാസ്റ്റ് ചാൻസ് ആണ്. ഇതൊരു പരീക്ഷയുടെ സമയമില്ല. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് രാഹുൽ രാജിവെച്ചാൽ തെറ്റില്ല. വാസ്തവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെപ്പിക്കാണ്ട് ചില ഗ്രൂപ്പുകളെയൊക്കെ ഉണ്ട്. അത് ചില അദ്ദേഹത്തിൻ്റെ ചില സപ്പോർട്ടുണ്ട് ഈ ഷാഫി പറമ്പിൽ. ഞാൻ ഒരു കാര്യം പറയും, ഷാഫി പറമ്പിലിനെ ആരെടോ പാലക്കാട് നിന്ന് മാറ്റി വടകിലേക്ക് നോമിറ്റത്? കാരണം ഷാഫി പറമ്പിൽ അടുത്ത അസംബ്ലി ഇലക്ഷനിൽ ജയിച്ചല്ല, അസംബ്ലി ഇലക്ഷൻ കഴിയുമ്പോഴേ ആ ഒരു സീറ്റ് കിട്ടും. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം, ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനം വരെ അർഹതയുടെ ചാൻസ് വരുന്നതാണ്. അത് കണക്കാക്കിയാണ് ബുദ്ധിയുള്ള ഈ കോൺഗ്രസ് കള്ളന്മാർക്കുണ്ടല്ലോ, ഒതുക്കുന്ന കാര്യത്തിൽ അവർ വലിയ മിടുക്കരാ. പാർട്ടി ഉണ്ടാക്കാൻ അറിയില്ലെങ്കിലും ബുദ്ധിപൂർവ്വം ആ കള്ളെന്ന് ഞാൻ എല്ലാം കുറ്റം പറയണം. അത്ര സങ്കടമുണ്ട്. ആ ഷാഫി അവിടെ നിന്ന് മാറ്റേണ്ട വല്ല കാര്യമുണ്ടോ? ഷാഫിയെ മാറ്റി വടകയിലിട്ട് മുരളിയെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് അങ്ങനെ തോറ്റുപോയി. അത് കഴിഞ്ഞ് ഇലക്ഷൻ മുരളിയാണ് അവിടെ നിർത്താൻ സാധ്യത ഉണ്ടായത്. പാലക്കാട് പുള്ളിക്ക് ആഗ്രഹം ഉണ്ടായത്, സതീഷും ആഗ്രഹം എൻ്റെ അറിവ്. പക്ഷെ അപ്പോഴേക്കാണ് ഈ മാങ്കൂട്ടത്തിൽ കയറി അല്ല ഷാഫി അത് സപ്പോർട്ട് ചെയ്ത് പിടിച്ച് ജയിപ്പിച്ചെടുത്ത്. ഇപ്പം കണ്ടില്ലേ? നിങ്ങളുടെ ഈ അവസാനത്ത് ഞാൻ കുഞ്ഞാക്കോട് പറയുമ്പോൾ നിങ്ങളുടെ കോൺഗ്രസ്സുകാരെ നിങ്ങളുടെ ഈ തെണ്ടിത്തരം മാറ്റിവെക്ക്. നിങ്ങൾ ഗ്രൂപ്പ്സ് മാറ്റി രാജ്യത്തെ സ്നേഹിക്ക്. ഇനിയൊരു ചാൻസ് കേരളത്തിലില്ല. ഇവിടെ നിങ്ങളെ മെഴുകാൻ വേണ്ടി, നിങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJPയും RSSും കേന്ദ്ര ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും വരെ 2 ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്. ഈ ഒരവസ്ഥ കോൺഗ്രസ് എതിരെ ഉണ്ടായിട്ടില്ല. രണ്ടും നിങ്ങൾക്ക് എതിരെ നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് കണ്ടുകൊണ്ടാണ് ഈ ഗ്രൂപ്പ് കളിച്ച് തെമ്പാടത്തിൽ കാണിക്കുന്നത്? എടോ, മുഖ്യമന്ത്രി ആക്കുകയല്ല, അത് ആകാണ്. ആ സാഹചര്യം വരുമ്പോൾ ഒരാൾ മുഖ്യമന്ത്രിയാകും. മുഖ്യമന്ത്രി ആകാൻ വേണ്ടി ആരും ഇപ്പോൾ കോൺഗ്രസ് റോഡ് വർക്ക് മോശമാകാൻ വേണ്ടി ആരും ചെയ്യാറില്ല. ചെയ്തു വരും മോശമാവുന്നതാണ്.
അല്ല, മുഖ്യന്തിയാകപ്പെട്ട് നിങ്ങൾ മത്സരിക്കില്ലേ? അത് നിങ്ങൾ ഒരാൾ മുഖ്യന്തിയാകും, അത് സാഹചര്യമാണ് ആക്കുന്നത്. അങ്ങനെ ആകട്ടെ. ഇതൊരു കാര്യം മനസ്സിലായി. ഇനി UDF സംബന്ധിച്ച് എനിക്ക് വേണ്ടി ഇതൊന്നും പറയാതെ ഈ സതീഷിന്റെ രമേശിന്റെ പുറകെ നിന്ന് റാമോളി സൂര്യ നോക്കി വേണി ഒരു MLA സീറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കോർപ്പറേഷനൊക്കെ ആകെ 10 ദിവസം ഉണ്ടാക്കി ചെയ്യാം. എനിക്കിത് ആവശ്യമില്ലെന്ന്. ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്. എനിക്കിത് ആവശ്യമില്ല. ഈ ജനങ്ങൾ, പാവപ്പെട്ട ജനങ്ങളല്ലേ. ഞാൻ സർക്കാരിന് ഒരു പൈസ ആനുകൂല്യം പറ്റില്ല, ഒരു ലോൺ എടുത്തിട്ടില്ല, ബാങ്കിൽ നിന്ന് എടുത്തില്ല, ഒന്നും എടുത്തിട്ടില്ല. ഞാൻ സമ്പാദിച്ച് ഒതുക്കി ജീവിച്ച ഒരാളാണ്. അപ്പോൾ നിങ്ങൾ ഇനി ഒരു അവസരം കോൺഗ്രസ് UDF ഇല്ല. ഞങ്ങൾ ടാസ്ക് വളരെ വലുത്. ഞാൻ പറഞ്ഞ ടാസ്ക് വളരെ വലുതാണോ. LDF നിലനിർത്തണം. LDF നിലനിൽക്കണമെങ്കിൽ UDF ജയിക്കണം. ഇത് രണ്ടും വലിയൊരു ടാസ്ക് ഞങ്ങൾ ഏറ്റിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളാരാ? ഒരു മൊയ്തീൻ ഷാ ഇല്ല. ഞാൻ പറഞ്ഞു 1 കോടിയോളം മുസ്ലിങ്ങൾ പുറത്ത് നിൽക്കുന്നു, ബാക്കിയുള്ള മുസ്ലിം സഹോദരങ്ങളുടെ സപ്പോർട്ടും. എന്താണ്, LDF ഭരണത്തിൽ കയറിയാൽ UDF തകരും. UDF തകരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ LDF നിലനിൽക്കണമെങ്കിൽ ഇത്തവണ UDF ജയിക്കണം, LDF തോൽക്കണം. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ചിലവർക്ക് അറിയുകയും ചെയ്യാറ്. ഉള്ളുകൊണ്ട് ഞാൻ പറയുന്ന പോയിട്ട് അവർ ഇഷ്ടപ്പെടുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് നിലനിൽക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോഴും നിങ്ങളിപ്പോഴും ഗ്രൂപ്പ് കളിച്ചും ഇനിയിപ്പോൾ വരാൻ പോകുന്നല്ലോ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇലക്ഷൻ വന്നപ്പോൾ പഴയ മുഴുവൻ ആൾക്കാർ നിൽക്കട്ടെ, ആരും മാറണ്ട. ഇനിയിപ്പോൾ എന്നറിയോ, പാർലമെന്റിലേക്ക് പോയി പലരും ഇങ്ങോട്ട് വരികയും ചെയ്യും, അവർ സ്പെഷ്യൽ ഓർഡർ ഇട്ട് വരും. പിന്നെ എന്നിട്ട് ഇവിടെ പഴയ ആൾക്കാർ നിൽക്കട്ടെ. നിങ്ങൾ പുതിയ ആൾക്കാർക്ക് കൊടുക്ക്, അവസരം കൊടുക്ക്. മുഹമ്മദ് 5 പ്രാവശ്യം, TH മുസ്താ 5 പ്രാവശ്യം, ഉമ്മൻചാണ്ടി 7 പ്രാവശ്യം, മാണി 8 പ്രാവശ്യം. എടോ, നിങ്ങളെപ്പോലെ അവകാശം ഉള്ളവരാണ് ബാക്കി നിൽക്കുന്നവരും. നിങ്ങൾക്ക് പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല, രാജാക്കന്മാർക്കുള്ള പോലെ ഇതൊന്നുമില്ല. നിങ്ങൾ രാഷ്ട്രീയക്കാരെ പറ്റുന്നത്. ഇത് 40-50 വർഷം കൊടി പിടിച്ചു നടന്ന രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാതെ നിൽക്കുമ്പോൾ നിങ്ങൾ മാത്രം എന്നും ഇപ്പം മുരളീധരനുണ്ട്, രമേശ് ചെന്നിത്തല, സതീശൻ്റെ മന്ത്രിയായില്ല. നിങ്ങൾക്ക് അങ്ങനെ ബാക്കിയുള്ള അവർക്ക് ഇല്ലേ? ഇപ്പം 40% വരുന്ന ഒരു വർഗമുണ്ട് കേരളത്തിൽ, കാക്കാമാർ മുസ്ലിങ്ങൾ. അതിലൊരു യൂത്ത് ഒരു സംസ്ഥാന പ്രസിഡന്റ് വനിതാ വിങ്ങിന്റെ ഏതൊരു പെണ്ണ് കൊടുത്തത്. അതിങ്ങനെ അറിയുമോ? പാർലമെന്റ് രാജ്യസഭയിൽ വിട്ടിട്ടും മാറ്റമല്ല. രാജ്യസഭയിൽ അങ്ങനെ ഒരു പെണ്ണെ വിട്ടെങ്കിൽ ഇവിടെ വനിതാ വിങ്ങിന്റെ പ്രസിഡന്റ് വേറെ മുസ്ലിം കൊടുക്കണ്ടേ? ഇപ്പൊ പാലക്കാട് സീറ്റ് കൊടുത്തപ്പോൾ അവിടെ രാഹുൽ നിർത്തി, അവിടെ വർക്കാണ്. ഇത് 4 വീല് ബുദ്ധിയുള്ളവരുണ്ടെന്ന് മനസ്സിലാക്കണം. 4 വീലുള്ള ഒരു ടയർ, അതിൽ 3 നെറ്റേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ കിടക്കും നെറ്റ് അപ്പത്തിടും കിടും. അതല്ല വേണ്ട, 4 ഇട്ടും വേണം. അല്ലേ? ഷിബി മേത്ര രാജ്യസഭയിൽ വിട്ടപ്പോൾ വനിതാ പ്രസിഡന്റ് വേറെ മുസ്ലിം വഹിക്കണം. പാലക്കാട് ഷാഫി മാറ്റിപ്പോൾ അവിടെ വേറെ മുസ്ലിം, അത് ഷാഫി സമ്മതിക്കില്ല, ഷാഫിക്ക് ഉറപ്പില്ല, അവൻ്റെ കാര്യം മാത്രമേ നോക്കുള്ളൂ. അത് മറ്റു കള്ളത്തരാണ്, അത് ഞാൻ പിന്നീട് പറയാം. അപ്പം അത് ഒരു കാര്യം മനസ്സിലാക്കുക, ലീഗുകാർ ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെ നിങ്ങൾ തെമ്മാണ്ടി ഇത്തരം കള്ളത്തരം മാറ്റി ഇല്ല, പണം കണക്ക് വന്നുകൂടിയുണ്ട്. ആസ്വദിക്കണം. അത് അമ്മയിലും വെള്ള, പെങ്ങളയിലും വെള്ള, മോളയിലും വെള്ള, ആരായാലും വെള്ള, അതൊക്കെ മാറ്റി വയ്ക്കുക. എടോ, നിങ്ങൾക്ക് ഉദാഹരണം ഞാൻ ഒരാളുടെ പേര് പറയാം. ഈ നെറികെട്ട് രാഷ്ട്രീയ നേതാക്കന്മാർ കേൾക്കാൻ വേണ്ടി ഞാൻ ഒരാളുടെ പേര് പറയാം. അബ്ദുറഹ്മാൻ ബാബുത്തങ്ങൾ. അത് 4 ഭാര്യമാരുണ്ട്. 5ാം സ്ഥലത്തും മാടം പൊക്കാൻ പോയിട്ടില്ല. 10-78 വയസ്സിലകം. നിങ്ങൾക്ക് മാതൃകയാക്കാം. ഇത് ഇന്ന് കേരളത്തിലെ, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ മാടം പൊക്കാത്തവരുണ്ടോ? ഏതെങ്കിലും ഒരാൾ, ഓർമ്മി ഏത് പാർട്ടിയാണെങ്കിലും പൊയ്ക്കോ, പക്ഷെ ആൾക്കാർ അറിയിക്കരുത്. രാത്രിയുടെ അന്ത്യയാമങ്ങൾ പലതും ലോകത്ത് നടക്കും, അത് നടക്കട്ടെ. പണ്ട് നാളിൽ നടുവിൽ പാതിരാവിൽ സൂര്യൻ വെച്ചാൽ എല്ലാം സത്യം വരുന്നു പണ്ട് കവി പറഞ്ഞല്ലേ. നിങ്ങൾ അങ്ങനെ ആക്കില്ലേ. നിങ്ങൾ എവിടെയെങ്കിലും പോയിക്കോ, ഒരു കുഴപ്പമില്ല, പക്ഷെ പരാതി വരരുത്. ഞാൻ നമ്മുടെ ദിലീപിനോട് പറഞ്ഞു, ദിലീപ് തെറ്റ് ചെയ്ത് ഞങ്ങൾ പറഞ്ഞില്ല. ഞാൻ ഈ സിനിമ ആൻഡ് സീരിയൽ വ്യൂവേഴ്സ് അസോസിയേഷൻ ഇന്ത്യയുടെ ആദ്യത്തെ പ്രസാദ് പറഞ്ഞത് എന്താ പറഞ്ഞത്, അങ്ങനെ ആരും കൂടെ വരാൻ പാടില്ല. മന്ത്രി ജോസഫ് സാറ് ചെന്നൈയിൽ വിമാനത്തിൽ വെച്ച് അടുത്തുനിന്ന സ്ത്രീയുടെ ചീച്ചയെ പിടിച്ചില്ല എന്നുള്ളതല്ല, അങ്ങനെ ആരോപണം വരാൻ പാടില്ല. അതുപോലെയാണ് ഈ രാഷ്ട്രീയ നേതാക്കളുടെ പേരിൽ അങ്ങനെ ഒരു ആരോപണം വരാൻ പാടില്ല. അവർ ചെയ്തെന്നോ ചെയ്തില്ല എന്നല്ല, അതനുസരിച്ച് നിങ്ങൾ ഗോപ്യമായിട്ട് എന്ത് തെമ്മാട് ചെയ്തോ, പക്ഷെ അത് പുറത്താകരുത്, പരാതി വരരുത്. നിങ്ങൾ എന്ത് തെറ്റിയതോന്നേ കുഴപ്പമില്ല, പക്ഷെ പരാതിയായിട്ട് വരരുത്. പരാതി വന്നാൽ നിരന്തരമായിട്ട് വരാണ്. അന്തസ്സില്ലാത്തവരുമില്ലേ,
അവിടെ തന്നെ രണ്ട് കൂട്ടും നശിച്ചു പോവുകയാണ്. ഇതിപ്പോൾ ഈ രാഹുൽ രാജിവെച്ചാൽ ആ വൈരാഗ്യം നിൽക്കും കുറേ ആൾക്കാർ. ഇന്നലെ പാലക്കാട് ഒരു ചെറുക്കുണ്ട്, ചെറുക്കം 19 വർഷമുണ്ട്. അവർ വലിയ ആവശ്യം കൊണ്ട് കോൺഗ്രസ് രാഹുൽ ഗാന്ധി കൂടെ മരിക്കുന്ന ആളാണ്. അവർ രാഹുലിനെ രാജിവെക്കാൻ സതീശൻ പറഞ്ഞപ്പോൾ കുറിച്ച് സതീശൻ ഉൾപ്പെടെ പലരും അവൻ എന്നൊക്കെ വിളിച്ചിട്ട് മോശമായിട്ട് പറഞ്ഞു. അത് അവർ വികാരം കൊണ്ടിട്ടാണ്. ഇവിടെ വികാരത്തെ അടിപ്പെടുന്നത് വിവേകത്തെ അടിപ്പെടണം. രാഹുൽ മാങ്കൂത്ത് പേരിൽ ഇങ്ങനെ ആരോപണം വന്നപ്പോൾ ശരിയായിട്ട് തെറ്റാണ്, അത് ധാർമ്മികത. നിങ്ങൾക്ക് നേതാവുണ്ടല്ലോ, ലാൽ ബഹദൂർ ശാസ്ത്രി. അദ്ദേഹം തീവണ്ടി അവിടെ പെട്ടപ്പോൾ രാജിവെച്ചതിന് അദ്ദേഹമാണ് വണ്ടി ഓടിച്ചത് അല്ല, അദ്ദേഹത്തിൻ്റെ വകുപ്പാണ്. അപ്പോൾ ധാർമ്മിക എന്ന് പറയും. അപ്പോൾ ഇവിടെ കോൺഗ്രസ്സുകാർ പറയും കമ്മ്യൂണിസ്റ്റുകാർ രാജിവെച്ചോ, മുകേഷ് രാജിവെച്ചോ, വിൻസെന്റ് രാജിവെച്ചോ, പെരുമാർക്കാരൻ കോൺഗ്രസ്സുകാരൻ രാജിവെച്ചത്. അതൊക്കെ എടുക്കട്ടെ, നിങ്ങൾക്ക് എന്തൊരു മാതൃക കാണിച്ചൂടാ? നിങ്ങൾ രാജിവെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുടെ മുമ്പിലൊക്കെ 3-4 നട്ടിൽ നിവർത്തി തല ഉയർത്തി വെക്കണം. കണ്ടോ, ഇതാണ് ഞങ്ങളുടെ പാരമ്പര്യം. അവിടെ അത് അങ്ങനെ ചെയ്യണ്ടേ? അവസരം വളരെ ടൈം ആൻഡ് ടൈഡ് വിൽ നോട്ട് വെയിറ്റ് നൺ. സമയ സന്ദർഭം ആരും കാത്തിരിക്കില്ലെന്ന്. ഇനിയൊരു സമയമില്ല. UDF സംബന്ധിച്ച് കേരളത്തിൽ ഇനി അവസരമില്ല. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആൻഡ് ചാൻസ് ആണ്. ഇവിടെ പരീക്ഷയുടെ സാധ്യതയില്ല, പരീക്ഷയുടെ സമയമില്ല. പരീക്ഷത്തിൽ ജയമുണ്ട് തോൽവി രണ്ടും ഉണ്ടാവും. ഇത് ജയിച്ചേ പറ്റൂ. UDF സംബന്ധിച്ച് ഈ വരുന്ന അസംബ്ലി ഇലക്ഷൻ കേരളത്തിൽ ജയിച്ചേ പറ്റൂ. അതല്ലെങ്കിൽ ആ പ്രസ്ഥാനം പിന്നെ ഭൂമുഖത്തുണ്ടാവില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം നിർത്താൻ നിൽക്കും. ഒരായി നന്ദി ചെയ്യുന്നു.